Methodist Hymnal 191. 191. ഞാൻ എൻ്റെ പേര് അച്ഛൻ കുഞ്ഞ്, തോമസ് മാത്യു എന്നാണ് എന്നെ അറിയപ്പെടുന്നത്. ഞാൻ തിരുവല്ല ആമല്ലൂർ സെഹ്യോൻ മാർത്തോമ ഇടവകാംഗമാണ്. ഞാൻ വിവാഹം കഴിച്ചിരിക്കുന്നത് കൊല്ലാട്ട് കൊച്ചായനെ വിളിക്കുന്ന ആളുടെ മൂത്ത മകളെയാണ്, വത്സമ്മയുടെ അമ്മാച്ചൻ്റെ മോളാണ് ഇവിടുത്തെ അമ്മാമ്മ. അങ്ങനെ ഞങ്ങളുടെ വിവാഹം ഏതാണ്ട് 50 വർഷത്തോടടുത്താകാൻ പോകുന്നു. അതുകൊണ്ട് എല്ലാവരെയും എനിക്ക് അറിയാം. എന്ത് ഫങ്ഷനും അങ്ങോട്ടും ഇങ്ങോട്ടും സഹകരിക്കുന്ന കുടുംബമാണ്. അന്നേരം പൊന്നമാമയുടെ ഓർമ്മ ദിവസം 1 വർഷം തികയുകയാണെങ്കിൽ അതിനോടനുബന്ധിച്ചാണ് ഞങ്ങൾ ഇവിടെ വന്നിരിക്കുന്നത്. താമസം തിരുവല്ല ആമല്ലൂർ സെഹ്യോൻ മർത്തോമപ്പള്ളിയുടെ തൊട്ട്. ഞാൻ പഠിച്ചത് SUS ഹൈസ്കൂൾ തിരുവല്ല, മർത്തോമ കോളേജ് തിരുവല്ല. മർത്തോമ കോളേജിൽ പഠിച്ചതിന് ശേഷം ഞാൻ പ്രിൻറ്റിങ് ടെക്നോളജി പഠിക്കാനായിട്ട് ബോംബെയിൽ പോയി. എൻ്റെ ഒരു അങ്കിളായിരുന്നു അതിൻ്റെ പ്രിൻസിപ്പൽ. അങ്ങനെ ഞാനും അതുപോലെ ഞങ്ങളുടെ പല സുഹൃത്തുക്കളും അവിടെ ഒരുമിച്ച് 5 വർഷം ബോംബെയിലുണ്ടായിരുന്നു. ബോംബെ
ടൈംസ് ഓഫ് ഇന്ത്യയിലെയൊക്കെ തൊട്ടടുത്ത് അതിൻ്റെ തൊട്ടടുത്ത് JJ സ്കൂൾ ഓഫ് ആർട്സ് എന്ന് പറഞ്ഞ് അവിടെയാണ് ഞാൻ പഠിച്ചത്. അതെ. അതിന് ശേഷം എൻ്റെ ഒരു അങ്കിൾ ഒക്കെ ബഹ്റിനിൽ അന്ന് ഉണ്ടായിരുന്നു, ഷിപ്പിംഗ് മാനേജരായിരുന്നു. അങ്ങനെ എന്നെ അവിടെ കൊണ്ടുപോവുകയും ഏതാണ്ട് 42 വർഷം ബഹ്റിനുണ്ടായിരുന്നു. അല്ല, അത് മുഹമ്മദ് ജലാൽ എന്ന് പറഞ്ഞ ഒരു പ്രസ്ഥാനം, ഒരുപാട് കമ്പനികൾ അവർക്കുണ്ട്. അതിൽ ഈ പ്രിൻറ്റിങ് ഇൻസ്റ്റിറ്റ്യൂഷനിലായിരുന്നല്ലോ ഞാൻ. പ്രിൻറ്റിങ് ടെക്നോളജിയൊക്കെ പാസ്സായ ആളാണല്ലോ. അന്നൊക്കെ ഇതുപോലെ പഠിച്ചവർ വളരെ ചുരുക്കമാണ്. ജോലി ചെയ്ത് പരിചയമുള്ളവരാണ് അധികം പേരും. ആദ്യത്തെ കാലത്തൊക്കെ അങ്ങനെ അവിടെ അങ്ങനെയുള്ള പരിചയത്തിലാണ്. അതെ 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 അതെ. അക്കോമഡേഷനൊക്കെ പലതും മാറി. അങ്ങനെയൊക്കെ റിട്ടയർ ചെയ്തിട്ട് 2015 ആണ് വന്നത്. അമ്മാമ്മ അവിടുത്തെ കോളേജ് ഓഫ് ഹെൽത്ത് സയൻസ് എന്ന് പറയുന്ന അതിൻ്റെ അവിടുത്തെ BSc നേഴ്സിംഗ് ഉള്ള ആൾക്കാരെയൊക്കെ, നേഴ്സിംഗ് ഒക്കെ ഉള്ള ആൾക്കാരെ പഠിപ്പിക്കുകയായിരുന്നു. മക്കളെ, എനിക്ക് 2 മക്കളാണ്. മോളും ഫാമിലിയും എല്ലാം ഇംഗ്ലണ്ടിലാണ്. മോനും ഫാമിലി ഓസ്ട്രേലിയ സിഡ്നി. ഞങ്ങളെ മോൾക്ക് 2 ആൺപിള്ളേർ, മോന് 1 മോൻ. അങ്ങനെ 3 കൊച്ചുമക്കളാണ്. അത്രയേ ഉള്ളൂ. ഇപ്പം ആദ്യം ചർച്ചിൻ്റെ കാര്യങ്ങളിലും ഒക്കെയാണ് കൂടുതലും. അങ്ങനെയൊക്കെയാണ് സമയം. ഇപ്പം അങ്ങനെയൊക്കെയാണ്. ചുറ്റും ഞങ്ങളുടെ അടുത്തൊക്കെ തന്നെ എല്ലാവരും ഇതുപോലെ ഏജ്ഡായിട്ടുള്ള ആൾക്കാർ മാത്രമേ ഉള്ളൂ. പിള്ളേർ സെറ്റുകളൊക്കെ വിദേശത്തൊക്കെയാണ്. ആദ്യകാലത്ത് അങ്ങനെ ആയിരുന്നു. ഇപ്പം അങ്ങനെയുള്ള സംഭവങ്ങളൊന്നുമില്ല. ഇപ്പം വന്ന് എല്ലാം കമ്പ്യൂട്ടറൈസ്ഡ്. ഉള്ള ഏത് കാര്യവും ഇപ്പം വളരെ അതെ ഏത് കാര്യത്തിനും ഡിസൈൻ ചെയ്യും. ആദ്യകാലത്ത് ആ രീതികളൊന്നും അല്ല. ഇപ്പോൾ ഒരുപാട് വ്യത്യാസം. ഞാൻ പഠിച്ചതൊന്നും അല്ല അപ്ലൈ ചെയ്യേണ്ടത്. പിന്നീട് വർഷങ്ങളായിട്ടുള്ള പരിചയത്തിൻ്റെ പുറത്താണ് നമ്മളിതൊക്കെ പുതിയ കാര്യങ്ങളൊക്കെ പഠിച്ചെടുക്കുകയും ഒക്കെ ചെയ്തത്. അന്നത്തെ കാലത്തെ നമ്മൾ പഠിക്കുന്ന ആ രീതിയൊന്നും അല്ലായിരുന്നു. ഓക്കെ. ഇന്ന് താങ്ക് യു സോ മച്ച്. പേര് ജോജി, അയിരൂര്. ഇവിടുത്തെ അമ്മച്ചിയുടെ മൂത്ത സിസ്റ്റർ എരുവേലുള്ള സണ്ണിയല്ലോ. ഇവിടെ തന്നെ, ഇവിടെ തന്നെ ഇന്ത്യയിൽ തന്നെയാണ്. ദുബായിലായിരുന്നു. ശരി. ഇങ്ങനെ പരിചയപ്പെടുത്തുന്നു പെട്ടെന്ന്. താങ്ക് യു. അതെ ഏച്ചാ. പിന്നെ രാജാനോ ഉണ്ട്. സുഖമായിട്ടിരിക്കുന്നു രാജ.
സ്വർഗത്തിലും ഭൂമിയിലുള്ളത് ഇത് കഴിഞ്ഞു വാങ്ങി തന്നതേയുള്ളൂ. ശുദ്ധമായ നാമം വാഴ്ത്തുന്നവരാകട്ടെ. ഈ വിശുദ്ധ ആരാധനയിൽ വ്യത്യസ്തമായ കഴിവുകളാണ് ജീവിതങ്ങളെ ദൈവത്തിൽ ഓർമ്മിക്കുന്നത്. അവരെ കരുതുന്നതിനുള്ള ദൈവിക നിയോഗത്തെ പറ്റി ധ്യാനിക്കുന്നതിലൂടെയാണ് ഈ ആരാധന എന്നുള്ളത്. ഡിഫറൻറ്റ്ലി എഴുതി എന്ന് പറയുന്നത് ഒരു പുതിയ ആരാധനയുടെ ഭാഷയാണ്. പലപ്പോഴും നമ്മൾ ഉപയോഗിച്ച് വരുന്നത് ഡിസേബിൾഡ് എന്നൊരു വാക്കാണ്. കാരണം അതിൻ്റെ എംഫസിസും ഫോക്കസും മുഴുവൻ അവരുടെ ദുർബലതയെ പറ്റിയാണ്. എന്നാൽ കാലം പുരോഗമിച്ച് പോകണം. മനുഷ്യൻ്റെ ചിന്തകൾ കുറച്ച് വലുതായിരുന്നു. ഒരാളുടെ കുറവിനെ നോക്കാതെ കഴിവിനെ നോക്കണം എന്നുള്ള ആസ്പെക്ട് വന്നപ്പോൾ നാം ഈ സൈഡിലേക്ക് ഡിഫറൻറ്റ്ലി അവരുടെ കഴിവ് വ്യത്യസ്തമാണ്. ഒരിക്കലൊരു കാട്ടിലെ സ്കൂളിൽ ക്ലാസ് വന്നൊക്കെയാണ്. സബ്ജക്റ്റുകൾ പലതാണ്. ഒന്ന് നീന്തൽ, ഒന്ന് പറക്കുന്നത്, ഒന്ന് മരം കയറുന്നത്, നാലാമത്തെ സബ്ജക്റ്റ് ഓട്ടമാണ്. നിങ്ങളുടെ സ്കൂളിൽ ഇങ്ങനത്തെ സബ്ജക്റ്റ് നോക്കുന്നതൊക്കെ ഉണ്ടോ? ഓടുന്ന മറ്റൊരു സബ്ജക്റ്റാണ് ഓട്ടം, റണ്ണിങ്. ഇതിന്റെ സബ്ജക്റ്റ് The second subject was swimming. Big one subject in school. Oh, okay. In forest school is a subject. The third subject is flying. Fourth subject was climbing trees. ഓരോ ടീച്ചേഴ്സ് ക്ലാസ് എടുത്തിട്ട് പോയി പറക്കത്തിന്റെ ക്ലാസ് എടുത്ത പരുവായിരുന്നു. ആ ക്ലാസ്സിൽ മീൻ ഫസ്റ്റ് ലെസൺ പോയി ഫിഷ് കുഡിങ് വായി. പിന്നെ ഞാൻ കടുവയുടെയും ആട്ടുകുട്ടിയുടെയും കാര്യങ്ങൾ പറയുന്നത് ഓരോരുത്തരും പോയി. സെക്കൻഡ് സബ്ജക്റ്റ് എന്ന് പറയുന്നത് സ്വിമ്മിങ് ആണ്. ഫസ്റ്റ് സബ്ജക്റ്റ് എന്ന് പറഞ്ഞെങ്കിൽ സ്വിമ്മിങ്ങിന് ഫിഷ് ഫസ്റ്റ് വന്നു, താറാവ് ഫസ്റ്റ് വന്നു. പക്ഷേ കോഴിക്ക് ഞാൻ സബ്ജക്റ്റ് ഫസ്റ്റ് ഗ്രേഡിൽ പോയി. പിന്നെ എക്സാം പോയി എഴുതാൻ കഴിവാത്ത നിന്ന് പോയില്ല. കാരണം ഭയങ്കര ശക്തമാണ്. ആ സമയത്ത് വരാൻ പറ്റില്ല ഈ സബ്ജക്റ്റ്. എക്സാം പോയി എഴുതാൻ പറ്റാതെ നാലാമത്തെ സബ്ജക്റ്റും അതുപോലെ തന്നെ റണ്ണിങ് ആയിരുന്നു. അതിനകത്ത് പുലിക്കുട്ടി ആദ്യം വന്നു, ആട്ടുകുട്ടി പുറകെ വന്നു. മീനിന് എക്സാം എഴുതാൻ പറ്റാതെ. പക്ഷേ ഈ 4 സബ്ജക്റ്റിനും ജയിച്ച ഒരേ ഒരു നല്ല ആക്റ്റീവ് സ്റ്റുഡൻ്റ് കാണുന്നത് ഓന്നിനാണ് ഒരു ഓർമ്മയില്ല. കാരണം ഓഫീസിന് പറയാൻ നടക്കാൻ പറ്റും, ഒന്നിന് വേണം അധികാരാൻ പറ്റും, വെള്ളത്തിൽ. പക്ഷെ ഓന്നിന് കൊണ്ട് ഒന്നിന് പോയി പ്രയോജനമില്ല. അതുപോലെ നമ്മുടെ സിസ്റ്റം ഇതാണ്. ഓരോരുത്തരുടെ കഴിവ് ഡിഫറെന്റ്. പക്ഷെ വി വാണ്ടഡ് ടു മെഷർ ദം ഈ സെയിം സ്കിൽ. അപ്പോൾ എന്ത് വരും? ഒരാളുടെ ഡിഫറൻസിനെ നമ്മൾ പലപ്പോഴും പറയും അയാൾ ഒരു ഡിസേബിൾഡ് പേഴ്സൺ. ഒരു നാട്ടിൽ ഇതുപോലെ ഒരു മരുന്ന് വന്നു. ആ മരുന്ന് കഴിക്കുന്നവർക്കെല്ലാം അതാ മരുന്ന്. ആ നാട്ടിൽ എല്ലാവരും മരുന്ന്, പക്ഷെ ഒരാൾ മാത്രം
അയാൾ പറഞ്ഞു ഞാനാ ബുദ്ധിമാൻ. പക്ഷെ ഈ 90 പേര് എന്ന് പറഞ്ഞു നമ്മുടെ കൂട്ടത്തിൽ ഇപ്പോൾ ഒരു കുഴപ്പമുള്ള ഒരാളാണ്. ആരാണ് ബുദ്ധിയുണ്ടെന്ന് പറഞ്ഞാൽ നമ്മൾ മനസ്സിലാക്കേണ്ട വലിയൊരു ദൈവിക വിഷയം. ദൈവത്തെ സംബന്ധിച്ചിടത്തോളം വ്യത്യസ്തത എന്ന് പറഞ്ഞാൽ ദൈവത്തിന്റെ ഒരു ക്രിയേറ്റിവിറ്റിയാണ്, ദൈവത്തിന്റെ ഒരു കഴിവാണ്. ദൈവം ഉണ്ടാക്കിയ ഒന്നും പോലെ നമ്മുടെ ഇല പോലും ഇല്ലെന്നാണ് അത് കഴിഞ്ഞിട്ട് 2 മണിക്കൂർ 5 മണിക്കൂറൊക്കെ കേരളത്തിലൊക്കെ വെള്ളം വരാവുന്ന പോലുള്ള മഴയാണ്. കവല മുഴുവൻ വെള്ളം, റോഡിലുള്ള വെള്ളമെല്ലാം അവിടെ a person who has physical, mental, psychological impairment that may affect one or more major life activities. ജീവിതത്തിലെ പല മേഖലകളെ ബാധിക്കുന്ന വിധമുണ്ടാകുന്ന ഇമ്പയർമെന്റുകളെയാണ് പറയുന്നത്. ഈ ഒരു ഇമ്പയർമെന്റ് നമുക്ക് തോന്നും ഈ ശരീരത്തിനും മനസ്സിനും ഒക്കെ ആയിരുന്നു പണ്ടൊരു 2000 വരെ. ഇപ്പോഴുള്ള ഡിസബിലിറ്റിയായി വന്നാൽ നിങ്ങൾ പലരും ഡിസബിലിറ്റി പറയുന്നത് ഞാൻ യൂണിവേഴ്സിറ്റിയുടെ സീറ്റിൽ പെട്ടെന്ന് കാരണം നമുക്ക് ഈ വേൾഡിലുള്ള ഫണ്ടായിരിക്കണമെന്നും അതിൻ്റെ മെസ്സേജ് വരുമെന്നും അതൊക്കെ ചോദിക്കുമ്പോൾ ചില അറിയില്ല. അതൊരു ഡിജിറ്റൽ ഡിവൈഡാണ്. നമ്മൾ ഡിവൈഡായി മാറുന്ന ഡിജിറ്റൽ ആക്സസ് ഇല്ല. പലരും പഴയ ഫോണിൽ ഇപ്പോഴും ഉപയോഗിക്കുന്നത് ഇതൊക്കെ ഇതിലേക്ക് മാറ്റം വന്നതെന്ന് അറിയുന്ന പോലും ഇല്ല. നമ്മൾ ഡിസബിലിറ്റിയായിട്ട് മാറണം. ഡിസബിലിറ്റി എന്ന് പറയുന്നത് ഒരു കോമൺ ക്രൗഡിൽ ഡിഫറൻ്റായിട്ട് മാറുന്നതിന് മാത്രമാണ്. ഇവിടെ ഓരോരുത്തരെയും കഴിയുകയും വെട്ടം തീരുന്നതിന് മുമ്പ് ഒരു ഫോട്ടോ എടുത്തോട്ടെ. വെട്ടം ഇരുട്ടുന്നതിന് മുമ്പ് ഒരു ഫോട്ടോ എടുത്തോട്ടെ. വളർന്നാൽ എല്ലാവർക്കും സാധ്യതയുള്ളത് ഉപയോഗിക്കുന്നതിന് കാരണമായിട്ട് മാറും. എന്നാൽ ഇന്ന് നമ്മുടെ സഭ നേരിടുന്ന ഒരു വെല്ലുവിളിയുണ്ട്. ഇങ്ങനെ ഡിസബിൾഡ് ആയിട്ട് വരുന്ന ദൈവം ആഗ്രഹിക്കുന്നില്ല എല്ലാവരെയും പഠിക്കുകയാണ്. പ്രൈവറ്റായിട്ട് പഠിച്ചിട്ട് പക്ഷെ അങ്ങനെ പോകാൻ സാധ്യതയുണ്ട്. അറിയാം. അദ്ദേഹത്തിൻ്റെ പലർക്കും ഞങ്ങളുടെ മോനൊരു ബുദ്ധിമുട്ടാണ്. അവിടെ ആരും ഇല്ലല്ലോ. ഉണ്ടായിരുന്ന അവർ ചോദിച്ചാലൊക്കെ ഉള്ളായിരുന്നു. അവരെ ഇങ്ങനോ അത് കോട്ടയത്തിൽ ഒരു കോട്ടയത്ത് നമ്മളുടെ എല്ലാവരും വന്നിട്ടുണ്ടോ? ഞാനും മോനും ഒരു ബാറ്റ് കൊച്ചുമാൻ്റെ കാത്തിട്ട് വെച്ചാൽ പ്രമാണിച്ചില്ല. റോഡിൻ്റെ സൈഡിൽ സിറ്റാണ്. അവിടെ നമുക്ക് വരാൻ പറ്റുന്ന ഇവിടേക്ക് നടത്തി. ഒരു അങ്കമാലിയില്ല. ആ സമയത്ത് പലരുടെ ലൈഫ് ഒരുപാട് നശിച്ചു, അല്ലെങ്കിൽ ഒരുപാട് ട്രീറ്റ്മെന്റ് എടുക്കേണ്ട ടൈം നഷ്ടപ്പെട്ടില്ല. അതൊരു വലിയ ചലഞ്ചാണ്. മേക്കിംഗ് ദം ഹാവ് എ റൈറ്റ് സബ്ജക്ട്, ഒരു അണ്ടർസ്റ്റാൻഡിങ് പോലെ ഈ അത് ഗ്രീഫ് പോലാണ് നമ്മുടെ അതിദുഃഖം പോലെയാണ് ഈ ഡിസബിലിറ്റി ആക്സെപ്റ്റ് ചെയ്യുന്നത്. എലിസബത്ത് ഉൾബ്രോസ് എന്ന് പറയുന്ന സൈക്കോളജിസ്റ്റ് ഈ ഗ്രീഫിൽ കൊടുത്തിരിക്കുന്ന പ്രയാസമുണ്ടായി നമ്മൾ കടന്നു പോകുന്ന ഒന്നാമത്തെ സ്റ്റേജാണ് ബിഹേവിയർ. നമുക്ക് ഇഷ്ടമില്ലാത്ത സംഭവം നമ്മൾ ആദ്യം പറയുന്നത് അങ്ങനെയൊന്നും സംഭവിച്ചിട്ടില്ല, അങ്ങനെയൊന്നും ഇല്ല. കുറച്ച് കഴിയുമ്പോൾ നമ്മൾ ഇച്ചിരി മുന്നോട്ട് വരും. അങ്ങനെ സംഭവിച്ചു, പക്ഷെ അതൊന്നും ഇതിന് അടുത്ത സ്പേസ് ബാർഗെയിനിങ്. Why only me? Why can't you do it this way?
ബാർഗെയിൻ ചെയ്യുന്നത് നമ്മുടെ അടുത്ത ലെവൽ എന്ന് പറയാം. ഇതൊക്കെ കവർ ചെയ്ത് കഴിയുമ്പോൾ നമ്മൾ ഡിപ്രഷനിലേക്ക് നമ്മൾ ഡൗൺ ആവും. ഒരു ആഗ്രഹമില്ല, ഒരു ആഗ്രഹമില്ല, ഒരു ബാർഗെയിനിങ്ങില്ല, പലരും അവിടെ കൊണ്ട് നിൽക്കുമെങ്കിലും ശരിക്കും ഒരു മനുഷ്യനെ നെക്സ്റ്റ് ജീവിതത്തിൽ ഈ ഒരു ഫേസിലേക്ക് നമ്മൾ കൊണ്ടുവരിക എന്ന് പറയുന്ന ഒരു വലിയ ഉത്തരവാദിത്തമാണ്. അക്സെപ്റ്റൻസ് എന്ന് പറഞ്ഞ ഫേസിൽ പലപ്പോഴും ഈ ഒരു ഫേസിലേക്ക് പോകുമ്പോൾ നമ്മളെയൊക്കെ നമുക്ക് എല്ലാവരെയും ഹെൽപ്പ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് വളരെ ആവശ്യമായ സ്നേഹത്തോടെ സമീപിക്കുക മാത്രമാണ് സാധ്യത. മൂന്നാമത് ഉണ്ടാകുന്ന വലിയ ചലഞ്ച് എന്ന് പറയുന്നത് നമ്മൾ ഇങ്ങനെയുള്ള സാഹചര്യത്തിൽ പോകുന്ന ഒരാളുകളുണ്ട്. നമ്മൾ നോ എക്സ്പെക്ടേഷൻ വെച്ചു ഡിസിപ്ലിൻ, പാർട്ടിസിപ്പേഷൻ, ലൈഫ് സ്റ്റൈൽ എല്ലാം ഒരു സാധാരണ ഒരാളെ പോലെ ആയിരിക്കണം എന്ന് നമ്മൾ പാർട്ടിസിപ്പേറ്റ് ചെയ്യും, നമ്മൾ എക്സ്പെക്ട് ചെയ്യും. അതാണ് ഏറ്റവും വലിയ അതായത് ഏറ്റവും വലിയ പ്രയാസമില്ല. ഓക്കെ സംബടി നമ്മൾ ഡിമാൻഡ് ചെയ്യണം, ഇങ്ങനെ ഇരിക്കണമെങ്കിൽ ഇങ്ങനെ ഇരിക്കണമെങ്കിൽ ഇപ്പോൾ ഡിപ്രഷൻ്റെ അവസ്ഥകൾ നടന്നു ഒരാൾ എന്തോ പള്ളിയിൽ ആക്റ്റീവായിട്ട് വരണം. You cannot even smile, you cannot even get ഡിപ്രഷൻ സത്യത്തിൽ സിവിയറാണ്. ഞാൻ പറഞ്ഞ സൈക്കോളജിക്കൽ ആസ്പെക്റ്റിലുണ്ടാകുന്ന പ്രശ്നമാണ്. ശാന്തമായിരിക്കും, ഒന്നും പേടിക്കുന്നത് ആൻസൈറ്റി ഉള്ള ആളോട് പറഞ്ഞാൽ മനസ്സിലാകത്തില്ല. പാരനോയിഡ് പേഴ്സണാലിറ്റി ഉള്ള ഒരാളോട് പറയുകയാണ് ഒന്നും നിന്റെ ചിന്തയില്ല, നിന്നെ ഒന്നും വിഷമിക്കണം, നീ മാറിയാൽ മതി, ഇങ്ങനെ മാറി ചിന്തിച്ചാൽ നീക്കാനോ ചെയ്യാൻ പറ്റില്ല. OCD ഉള്ള ഒരാൾ എപ്പോഴും കൈ കഴുകണം വാശിയാണ്. എപ്പോഴും കൈ കഴുകുന്ന കണ്ടാമതിന്റെ ടൈപ്പുള്ള ചിന്തയാണ്. വെറുതെ ഇതിന്റെ തോന്നല്ല. ചില OCD ചിലർക്ക് എല്ലാം വൈകിട്ട് അല്ലെങ്കിൽ ബ്ലാക്ക് ആയിരിക്കണം. അങ്ങനെ നമ്മൾ മനസ്സിലാക്കിക്കാൻ നോക്കുവാണ് ഒരു ഗ്രേ ഏരിയ ആയിരിക്കണം. ഡിസബിലിറ്റി. അപ്പൊ ഇവിടെയാണ് നമ്മളെ ഒരാളെ നമുക്ക് എക്സ്പെക്ടേഷനെ കൊണ്ട് മൂടാൻ പറ്റത്തില്ല. അവരെ അവരിലേക്ക് എത്തുക എന്ന് പറഞ്ഞൊരു റെസ്പോൺസിബിലിറ്റി. നാലാമത്തെ എവിടെ ചെയ്യാനാണ് രണ്ടാഴ്ച ഇതുണ്ടെന്ന് ഞാൻ സെന്നി 2-3 ആഴ്ച തന്നെയുള്ളൂ. അല്ല ശനിയുണ്ട്. അൺടൈംലി അഡ്വൈസ് കൊണ്ട് വരാതിരിക്കാമോ? ഇറ്റ്സ് പാർട്ട് ഓഫ് ജയിക്കുമെന്ന് പ്രഖ്യാപിച്ചിരിക്കുന്ന ഈ ബലമുള്ള സന്ദേശം നമുക്ക് കൊടുക്കാൻ പറ്റാതെ നിശ്ചയമായിട്ട് നമ്മുടെ ജീവിതങ്ങളിൽ സന്ദേശം എന്താ? ഉറപ്പുള്ള വഴി നടക്കാൻ 3 മക്കൾ 2 പർപ്പസ് എന്ന് പറയുന്നത്
ദൈവം